നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹാപ്പി ബർത്ത്ഡേ കുച്ചേട്ടാ. എനിക്ക് ഇതാ ഇനി എനിക്ക് താ. അക്കുചേട്ടന്റെ പിറന്നാൾ സമ്മാനം ഇന്നെനിക്ക് തരാൻ പറ്റിയില്ല. ഞാൻ കാത്തിരുന്നതാ ആ സമ്മാനം അക്കുചേട്ടനെ ഏൽപ്പിക്കാൻ. എത്രയും പെട്ടെന്ന് ഞാൻ ആ സമ്മാനം അക്കുചേട്ടനെ ഏൽപ്പിക്കും. നിന്നുണ്ടല്ലോ. കാക്കുതി, സോറി. ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ നോക്കിയതാ, പറ്റിയില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് കുറെ ടെൻഡറിന്റെയും ബിൽസിന്റെയും ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തു വന്നപ്പോൾ ലേറ്റായി. കാക്കുത്തി ഒന്നും വിചാരിക്കല്ലേ? ഏയ് ഇല്ല അക്കുചേട്ടാ, ഞാനൊന്നും വിചാരിക്കില്ല. എനിക്കറിയാലോ അക്കുചേട്ടൻ വരില്ല എന്ന്. അല്ല, നിനക്കെങ്ങനെ അറിയാം ഞാൻ എത്തില്ലെന്ന്? രാവിലെ അമ്പലത്തിൽ വെച്ച് ചീഫ് എഞ്ചിനീയറെ നമ്മൾ കണ്ടല്ലോ. അപ്പോഴെനിക്ക് മനസ്സിലായി അക്കുചേട്ടന്റെ പിറന്നാൾ എങ്ങനെയായിരിക്കും. അക്കുചേട്ടാ, ഇന്ന് അക്കുചേട്ടന്റെ പിറന്നാളാണെന്ന് ചീഫ് എഞ്ചിനീയർക്ക് എങ്ങനെ മനസ്സിലായി? പറയക്കുചേട്ടാ, എങ്ങനെ അറിയാം? അത് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? ഒരു തവണ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കൊടുത്തായിരുന്നു. ആ ഓർമ്മയായിരിക്കും. അവർക്ക് നല്ല മെമ്മറി പവറാ. എന്താ പറഞ്ഞ്? നല്ല മെമ്മറി പവർ ആണെന്നോ? അതേ കാക്കുതി. എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അത് മറക്കാതെ ഓർത്തിരിക്കും. ഇത്രയും മെമ്മറി പവറുള്ള ആള് രാവിലെ അമ്പലത്തിൽ വെച്ച് അക്കുചേട്ടനെ കണ്ടപ്പോ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാതിരുന്ന എന്താ? ഹാപ്പി ബർത്ത്ഡേ പറയാൻ മറന്നിട്ടുണ്ടോ? പക്ഷെ പൂജ ചെയ്ത പ്രസാദം പോലും വാങ്ങിക്കാതെയാണല്ലോ ശ്രേയ പോയത്. അപ്പോ ഓർമ്മക്കുറവുണ്ടെന്നല്ലേ? ചിലപ്പോ നമ്മളെ ഒരുമിച്ച് കണ്ടതുകൊണ്ടാവും പ്രസാദം വാങ്ങിക്കാതെ പോയത്. അതോ നമ്മളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ശ്രേയക്ക്?